സതീശന്റെ ലക്ഷ്യം എന്നത് ഒരൊറ്റ കാര്യമാണ്. പിണറായി സർക്കാരിനെ എങ്ങനെ താഴ്ത്തി കാണിക്കുക എന്നത് മാത്രം. അതിനി എന്ത് പറഞ്ഞാലും, എന്ത് കള്ളം പറഞ്ഞാലും, അതിന് കേരളം മുഴുവൻ ഓടി നടന്ന് പറഞ്ഞാലും അതൊന്നും ഒരു പ്രശ്നമേ അല്ല. വന്യജീവി ആക്രമണം നടക്കുമ്പോഴും അതിനെയും സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി മാറ്റാനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വന്യജീവി ആക്രമണത്തിന്റെ പേരിൽ മുതല കണ്ണീരൊഴുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വി.ഡി. നടത്തുന്ന മലയോര സമരയാത്ര ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വസ്തുതകൾ ജനം ചർച്ച ചെയ്യാതിരിക്കാനുമാണ് എന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ ആത്മാർത്ഥ ശ്രമം കൊണ്ട് വനം സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ദേശാഭിമാനി ദിനപത്രം. 2011-12 മുതൽ 2025 ജനുവരി 1 വരെയുള്ള കണക്കുകളാണ് ദേശാഭിമാനി ദിനപത്രത്തിൽ പട്ടികയായി നൽകിയിട്ടുള്ളത്. ഇതിൽ 2019-20 കാലഘട്ടം മുതലും ഈ ജനുവരി 1 വരെയുള്ള കണക്കുകളിൽ 2021-22 ഘട്ടത്തിൽ ഒഴികെ എല്ലാ വർഷവും 100-ൽ താഴെ ആളുകൾ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്നും കണക്കിൽ വ്യക്തമാക്കുന്നുണ്ട്. 2021-22 വർഷത്തിൽ 113 പേരാണ് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. പത്രം നൽകിയ പട്ടിക പ്രകാരം 2011-12 മുതൽ ഈ വർഷം ജനുവരി 1 വരെയുള്ള കണക്കുകളിൽ 2016, 17, 18, 19 വരെയുള്ള വർഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇത് യഥാക്രമം 145, 146 എന്നിങ്ങനെയാണ്. മറ്റു വർഷങ്ങളെ പരിശോധിക്കുമ്പോൾ ഈ എണ്ണം ക്രമേണ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. അതായത് 2021-22 മുതൽ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം തുടർച്ചയായി കുറഞ്ഞു വരുന്നതായി പട്ടികയിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മലയോര ജാഥയുടെ പശ്ചാത്തലത്തിലാണ് ഈ വാർത്തയും വരുന്നത്. മലയോര മേഖലയിലെ വന്യജീവി ആക്രമണങ്ങളും മറ്റു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ ചർച്ചയാകാതിരിക്കാനാണ് UDF ഈ യാത്രയിലൂടെ ശ്രമിക്കുന്നതെന്ന് ദേശാഭിമാനി എടുത്തു പറയുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട് എന്ന് വേണം നമുക്ക് പറയാം. സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി വന്യജീവി ആക്രമണങ്ങളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇത് ചർച്ചയാകാതിരിക്കാൻ സതീശൻ കാണിക്കുന്ന ഓരോ ഉഡായിപ്പുകളാണ് ഇതൊക്കെയെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. UDF ഭരണകാലത്ത് നടന്ന വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരമോ പരിഗണനയോ അന്നത്തെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് ദേശാഭിമാനി വ്യക്തമാക്കുന്നുണ്ട്. സുധാകരൻ വനമന്ത്രി ആയിരുന്ന സമയത്താണ് ഇതൊക്കെ നടന്നത് എന്ന് ഓർക്കണം. അക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ സുധാകരനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. UDF ഇപ്പോൾ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ വന നിയമങ്ങൾക്കെതിരെ UDF മൗനം തന്നെ പാലിക്കുകയാണ്. എന്നാൽ പ്രശ്നം പരിഹരിക്കാനായി എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അതിലും UDF ഒരു തരത്തിലും സഹകരിക്കുകയുമില്ല. സംസ്ഥാനത്തെ 51 നിയമസഭാ മണ്ഡലങ്ങളിലായി 233 തദ്ദേശ സ്ഥാപനങ്ങളാണ് വന അതിർത്തി പങ്കിടുന്നത്. ഇവിടങ്ങളിലെല്ലാം ഹ്രസ്വ ദീർഘകാല നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുക തന്നെയാണ്. വനാതിർത്തിയെ 12 സോണുകളാക്കിയാണ് പ്രതിരോധിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനായി സമഗ്ര പദ്ധതി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും നയത്തിൽ മാറ്റം വരുത്താനോ പാക്കേജിന് പണം നൽകാനോ കേന്ദ്രം ഒരിക്കലും തയ്യാറാകുന്നില്ല. പാക്കേജ് ഒന്ന് പരിശോധിക്കാൻ പോലും കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് മറ്റൊരു വിഷമകരമായ സത്യമാണ്.